വചനമൊഴി ജൂലൈ 28. വചനഭാഗം ഗലാത്തി 2:19-21, യോഹന്നാന്റെ സുവിശേഷം 12:20-26. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലിയയിലെ ബേത്സയിദായിൽ നിന്നുള്ള പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി ഈശോയെ വിവരമറിയിച്ചു. ഈശോ പ്രതിവചിച്ചു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ അൽഫോൻസാമ്മ തന്റെ ജീവിതം കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചവളാണ്. തന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുള്ളതാണ് എന്ന തിരിച്ചറിവോടെ അതിനെ സ്വീകരിക്കുകയും ദൈവഹിതത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ശുശ്രൂഷ എന്ന വിധത്തിൽ സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്ത പുണ്യവതിയാണ്. ജീവിതത്തിലെ സഹനങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും വിശ്വാസത്തോടുകൂടി സമീപിക്കുകയും കർത്താവിന്റെ ഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം തങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ അവിടുന്ന് ആയിരിക്കുന്നിടത്ത് ആയിരിക്കും എന്ന തിരുവചനം പറഞ്ഞത്. ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയ അൽഫോൻസാമ്മ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ബഹുമാനിതയായിരിക്കുന്നു. ഇക്കാര്യമാണ് ഈ തിരുനാൾ ആഘോഷത്തിലൂടെ സഭ പ്രഘോഷിക്കുന്നത്. ഈശോ മിശിഹായാകുന്ന ഗോതമ്പ് സ്വയം അഴിഞ്ഞ് മനുഷ്യകുലത്തിന് ജീവൻ നൽകി. മിശിഹായെ ശുശ്രൂഷിക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിലൂടെ സ്വയം അഴിഞ്ഞ് ശൂന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അനേകർക്ക് ജീവൻ നൽകുന്നവരായി മാറുകയാണ്. സ്വയം അഴിയുക എന്ന് പറഞ്ഞാൽ ശൂന്യവൽക്കരണത്തിന്റെയും എളിമപ്പെടലിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ്. എളിമയോടെ വർത്തിച്ച് ജീവിത സാഹചര്യങ്ങളെ കർത്താവിന്റെ കൃപയോട് ചേർന്ന് സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരാൻ സാധിക്കും എന്നാണ് അൽഫോൻസാമ്മ നമ്മോട് പറയുന്നത്. അനുദിന ജീവിതത്തിലെ പ്രവൃത്തികളെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിർവഹിച്ച് അൽഫോൻസാമ്മയെ പോലെ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.